ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഞാൻ സിൽവർ പ്ലേ ബട്ടണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ യൂട്യൂബ് എനിക്ക് 2 സിൽവർ പ്ലേ ബട്ടൺ അയച്ചു തന്നിട്ടുണ്ട്. അതൊരു രണ്ടും വ്യത്യസ്തമായിട്ടുള്ള 2 ചാനലുകൾക്കാണ്. പക്ഷെ യൂട്യൂബ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി 2 സിൽവർ പ്ലേ ബട്ടണിന് വേണ്ടിയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. പക്ഷെ ഇനി എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ തരില്ല എന്നുള്ളത്. അതിന് വ്യക്തമായിട്ടൊരു കാരണം അവർ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു കാരണം കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും. പക്ഷെ ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ഒരു ഗതി വരരുത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ ഒരു കാരണം നിങ്ങൾക്കും സംഭവിച്ചേക്കാം, പക്ഷെ നമ്മളത് വലിയൊരു പ്രശ്നമായിട്ട് കാണാറില്ല. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം സിൽവർ പ്ലേ ബട്ടൺ 2 എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ചാനലിന് എനിക്കത് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ചാനലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണെന്ന് പറയാം. കാരണം ഞാൻ ഫേസ് കാണിച്ച് ചെയ്യുന്ന ഒരു ചാനൽ, എൻ്റെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ചാനൽ ഇതാണ്. പക്ഷെ ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നത്, മറ്റുള്ള ചാനലൊന്നും എൻ്റെതാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആരും എന്നോട് ചോദിക്കില്ല. പക്ഷെ എല്ലാവരും, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയോ, എന്തായി, അങ്ങനെ ആ രീതിയിൽ ഒരുപാട് എൻക്വയറി ചെയ്യാറുണ്ട്. ആക്ച്വലി അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 2 സിൽവർ പ്ലേ ബട്ടൺ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാനത് ഇവിടെ പറയാത്ത കാരണം, ഞാൻ ആഗ്രഹിക്കുന്നത് AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാനലിലൂടെ എനിക്കത് ലഭിക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാതിരിക്കാം. അതിന് ഒരു അവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ കൂടിയും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻ്റെ 2 സിൽവർ പ്ലേ ബട്ടൺ ഒന്ന് അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അവരൊരു സിൽവർ പ്ലേ ബട്ടൺ അയച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന്, യൂട്യൂബിന്റെ ഭാഗത്തുനിന്നൊരു ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു റെക്കഗ്നൈസ് യുവർ ടീം എന്നുണ്ട് ഒരു കാർഡ് ഉണ്ട്. എന്തായാലും നമുക്ക് ആവശ്യം ഇതാണ്, സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളത്. ഇത് ഷെഫീഖ് AVS എന്റെ പേരിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് എൻ്റെ മറ്റൊരു ചാനൽ ഗ്രീൻ ആർമി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിലും ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും, സിൽവർ പ്ലേ ബട്ടന്റെ അൺബോക്സിംഗ് വീഡിയോ. അപ്പൊ ഈ 2 സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് 3-ാമതും 4-ാമതും ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഒരു കാരണം, ഞങ്ങൾ 3-ാമത്തെ AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ഈ ഒരു ചാനൽ, അപ്പോൾ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ യൂട്യൂബിന്റെ ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ സാധാരണ ഒരു സിൽവർ പ്ലേ ബട്ടണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് 6 മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്, അതുപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പാടില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അവസാന 365 ഡേയ്സിലൊന്നും വരരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചില കേസിൽ നമുക്ക് കിട്ടാറുണ്ട്. എന്തായാലും റൂൾ അങ്ങനെയാണ് പറയുന്നത്. യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടുണ്ടായിരിക്കണം. പല തരം കണ്ടന്റുകൾ ഉണ്ട്, ആ തരം കണ്ടന്റുകൾ ചെയ്യാത്ത, എന്തായാലും യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ചാനൽ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ സേഫ് ആയിരിക്കും. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഏറ്റവും പ്രശ്നം, എൻ്റെ ചാനലിന് അവർ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ചാനലിന് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് വാച്ച് ടൈം നേടുന്നതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ അത് ചെയ്യാത്തത്? അപ്പൊ ഞാൻ ആ സംഭവം എൻ്റെ ചാനലിൽ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. കാരണം എൻ്റെ ചാനലിൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നത് കുറവാണ്. ഇനി അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഡെഡ് ആകും, ഫ്രീസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്ന ആള് അവരുടെ ഒഫീഷ്യൽ ചാനലിൽ ഇതൊരിക്കലും ചെയ്യില്ല. നിങ്ങൾ അവരുടെ വീഡിയോ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വാച്ച് ടൈം വന്നിട്ടുണ്ടായിരിക്കുന്നത്, സബ്സ്ക്രൈബ് ഒക്കെ വന്നിട്ടുള്ളത് ജെനുവിൻ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ പരീക്ഷിച്ച് വിജയിക്കാത്തൊരു കാര്യം നമ്മൾ നമ്മുടെ
വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് പറയരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ മറ്റു പല ചാനലിലും പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയൽ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണ് ഈ 2 സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കൈകളിലേക്ക് തന്നത്. അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2 സിൽവർ പ്ലേ ബട്ടൺ എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് എനിക്കിതിൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടാത്തത്. കാരണം ഈ 2 സിൽവർ പ്ലേ ബട്ടൺ എനിക്ക് തന്നു അവര്. അപ്പൊ ഈ 2 തന്നു, മൂന്നാമത്തത് തരില്ല എന്നല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴോ ഒരു ചാനൽ അത് ഡിലേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തായാലും നിങ്ങളുടെ ഐഡിയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഏതാണ് ചാനൽ എന്നുകൂടി അവർ പറയുന്നില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഒരുപാട് തവണ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ നിങ്ങളുടെ ഒരു ഐഡിയയിൽ നിങ്ങൾ വെറുതെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളൂ. കാരണം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഈ ഒരു ചാനൽ ഒരു പരീക്ഷണ ചാനലാണെങ്കിൽ നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടിനും 2 എൻറ്റിറ്റി സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുക. കാരണം ഈ ഒരു കാരണം വെച്ചിട്ടാണ് എനിക്ക് ഏത് ചാനലാണെന്ന് കൂടി എനിക്കറിയില്ല, ടെർമിനേറ്റ് ആയിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവര് തരാം, AVS യൂട്യൂബ് ടിപ്സിന്റെ മറ്റു ചാനൽ തരാം. പക്ഷെ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്ന് എഴുതി തരുമ്പോൾ അത് മറ്റു പല ചാനലിനെയും, നിങ്ങളുടെ കണക്ട് ആയിട്ടുള്ള മറ്റു പല ചാനലിനെയും ബാധിക്കാം എന്നൊക്കെ ആ രീതിയിലൊക്കെ ഒരു ഭീഷണിയാണ് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന്. ഭീഷണി അവർക്ക് പോളിസികളുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാനൽ, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടൊരു ചാനൽ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ടെർമിനേറ്റ് ആയേക്കാവുന്ന യൂട്യൂബ് പോളിസിക്കെതിരായിട്ടുള്ള വീഡിയോ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ തുടങ്ങാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം, ഇപ്പൊ എൻ്റെ ഈ ഒരു AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ളത് സിൽവർ പ്ലേ ബട്ടൺ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത്. അങ്ങനെയൊക്കെ തന്നെ പറയാം. കാരണം ഞാൻ ക്യാമറക്ക് മുന്നേ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാം, പലരും എനിക്കെതിരെ ഇപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു വാച്ച് ടൈമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പെയ്ഡായിട്ട് വാച്ച് ടൈം കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അവർ കുഴപ്പമാണെന്ന് പറയുന്നത് ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരിക്കലും സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഓൾറെഡി എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്, ഇനി 2 കിട്ടാനുണ്ട്. എന്തായാലും ഞാനത് വാങ്ങിച്ചെടുക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിത് വാങ്ങിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യരുത്. ഇത് കൂടാതെ ഒരുപാട് പോളിസികൾ കോമൺ ആയിട്ട് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 2 സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്, മൂന്നാമത് കിട്ടേണ്ട അല്ലെങ്കിൽ 4ാമത് കിട്ടേണ്ടതിന് ഒരു തടസ്സം ഇതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നവർ, ഇതുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മാത്രമല്ല, ഒരുപാട് ക്രിയേറ്റേഴ്സിന് നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു കാരണം വെച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇത് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വെറുതെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിന്റെ പോളിസികൾ മനസ്സിലാക്കിയിട്ട് ഓർഗാനിക് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ആ ഓർഗാനിക് ആയിട്ട് സംഭവം ട്രാഫിക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളതൊന്നും വലിയ സംഭവമല്ല. ഒരു ഐഡന്റിറ്റിയും റിവീൽ ചെയ്യാതെ എനിക്ക് ഈ ചാനലിൽ അല്ലാതെ തന്നെ 2 സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയെങ്കിൽ നിങ്ങൾക്കും ഇത് കഴിയും എന്നുള്ളത് ജസ്റ്റ് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിച്ചത്. അത് കിട്ടാതിരിക്കാനുള്ള തടസ്സം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ചെറിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ള ആ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു തടസ്സം ഉണ്ടാവരുത്. കാരണം ആ 1 ലക്ഷത്തിന്റെ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് കിട്ടില്ല എന്ന് അറിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയ നിരാശ ഉണ്ടായേക്കാം. അപ്പൊ എന്തായാലും യൂട്യൂബിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിന്റെ പോളിസികൾ അറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ എങ്ങനെ ഈ മാറിയ കാലത്ത് 2026 നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ വ്യൂസ് കൂട്ടാം, ഇതുമായിട്ടൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു മറ്റു പല ചാനലും ഇലക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് യൂട്യൂബിൽ സജീവമായിട്ട് നമുക്ക് ഒരുമിച്ച് ചാനൽ
ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.